ആദ്യം തന്നെ ഷാളില്ലാതെ വന്നതിലൊരു ക്ഷമ ചോദിക്കുന്നു. വേറൊരു കാര്യം, അപ്പം നമ്മളിട്ട ഈ ലാർജ് ഡ്രസ്സിൽ എനിക്കുള്ള കോൺഫിഡൻസ് തകർക്കുമെന്ന് വിശ്വസിക്കത്തില്ല. അല്ലെങ്കിൽ 68 കിലോ ഉള്ള ആൾ പോലും എക്സൽ ആണ് ഇടുന്നത്. പിന്നെ ഇയാൾക്ക് എങ്ങനെ ലാർജ് പറ്റും? കൈ ടൈറ്റ് അല്ലേ? ഒരു 5XL കിടന്ന വ്യക്തിക്ക് ഇത്രയും ആ ഒരു ലാർജ് സൈസിൽ കൈയൊക്കെ ഇങ്ങനെ കിടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ അല്ലേ? പിന്നെ ഇനി ഞാൻ ലാർജ് തന്നെയാണോ ഇട്ടേക്കുന്നതെന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ലാർജ് തന്നെയാണ്. അപ്പോൾ ഷാൾ ഇടാതെ നിന്നിട്ട് എന്തോ പോലെ നിന്ന്. അപ്പോൾ ലാർജ് തന്നെയാണ്. അപ്പോൾ കൈയുടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലാർജ് ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ഞാൻ മീഡിയം ഇടാറുണ്ട്, ലാർജ് ഇടാറുണ്ട്. അതിപ്പോൾ നമ്മൾ 68 കിലോ ആണെങ്കിലും 65 കിലോ ആണെങ്കിലും എക്സലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഫാറ്റ് നന്നായിട്ടുണ്ടാവാം. നമ്മൾ ഡയറ്റും ചെയ്ത് വർക്കൗട്ടും ചെയ്ത് കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈലിൽ 2 വർഷം കൊണ്ട് എത്തിച്ച ഒരു ബോഡി സ്റ്റൈലാണിത്. അപ്പം ആ ഒരു ലാർജ് എനിക്ക് ഇടാൻ പറ്റുന്നത് എൻ്റെ ബോഡിയുടെ ഫാറ്റ് ഷേപ്പിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. ഇപ്പം ഞാൻ 68 കിലോയേ ഉള്ളൂ, മറിച്ച് 65 കിലോ ഉള്ള ഒരാൾക്ക് എക്സൽ ഇടാൻ പറ്റുന്നുള്ളെങ്കിൽ അയാളുടെ ആ ബോഡിയിലെ ഷേപ്പിൻ്റെ വ്യത്യാസം ആവാം. ഞാൻ എന്തായാലും നിങ്ങളുടെ കൺമുന്നിൽ കാണിച്ച യാഥാർത്ഥ്യമാണ് എൻ്റെ ഈ ബോഡിയിൽ കിടക്കുന്നത്. അപ്പോൾ കൈ ടൈറ്റ്, കൈ ഉടുപ്പ് ലാർജ് ആണെങ്കിൽ ഇത്തടെ കൈക്ക് നല്ല ടൈറ്റ് ഇല്ലേ? നോക്കൂ, കൈക്കിട്ട് നമ്മൾ കൈ കറക്റ്റ് അല്ലാതെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റ് ഉണ്ടാവും. ആ ഒരു ടൈറ്റ്നെസ് ആണ് തോന്നിയത്. ഓക്കെ, അപ്പം ഇതൊക്കെ റെയറാണ്. നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ട് ഈ 2 വർഷക്കാലമായിട്ട് ഡയറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് മടുത്തവർക്കും ചെയ്ത് ഫ്ലോപ്പായവർക്കും അറിയാവുന്ന ഒരു ഫീലാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം വിജയത്തിൽ നിൽക്കാൻ പറ്റുന്നതും. അപ്പം ചോദിച്ചവർക്കുള്ള മറുപടിയാണ് കേട്ടോ, വിശ്വസിച്ചേ പറ്റൂ.